ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവകരുണയുടെ തിരുനാളിൻ്റെയും നൊവേനയുടെയും 5-ാമത്തെ ദിവസത്തേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. 2023 ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഈ തിരുനാൾ പ്രത്യേകമായിട്ട് ഈശോയുടെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ദൈവം ലോകത്തോട് കാണിച്ച വലിയ സ്നേഹത്തെ പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ദൈവകരുണയുടെ തിരുനാൾ തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈനിൽ നിന്നും കാരുണ്യനിധി എന്ന ഈ ഒരു ദൈവകരുണയുടെ വലിയ ശുശ്രൂഷ നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ച മുതൽ ഇതിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവകരുണയ്ക്കായിട്ട് ഏറെ യാചിക്കുകയും ചെയ്യുന്ന ആളുകളാണല്ലോ. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ ദൈവകരുണയുടെ അമ്മയുടെ മാധ്യസ്ഥം തേടി ലോകമെമ്പാടുമുള്ള നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും പ്രത്യേകിച്ച് നമ്മളുടെ ഭാരതത്തിലെ കത്തോലിക്ക സഭയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായം 10ഉം 11ഉം തിരുവചനങ്ങൾ നമ്മൾ പ്രകാരം വായിക്കുന്നു. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തോട് പറയുക, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട്. അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ, ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. പിന്തിരിയുവൻ, തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുവൻ. വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടയുടെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. പിന്തിരിയുവൻ, തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയുവൻ. ദൈവത്തിൻ്റെ വലിയൊരാഗ്രഹം ആരും നശിക്കുക എന്നുള്ളതല്ല. ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ വീണ് നശിക്കുക എന്നുള്ളതല്ല. ദുഷ്ടൻ അതിൻ്റെ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ കരുണയിലേക്ക്, സ്നേഹത്തിലേക്ക് മാറുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആരുടെയും നാശം ദൈവം ആഗ്രഹിക്കുന്നില്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദിമാതാപിതാക്കളുടെ പാപം മൂലം അന്നു മുതൽ സാത്താൻ വികലമായ ഒരു ധാരണ ദൈവമക്കളുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്നറിയോ? ദൈവത്തെക്കുറിച്ചുള്ളൊരു ഭയം. ചെയ്ത തെറ്റുകൾക്ക്, ലോകത്തിലുള്ള ദുഷ്ടതകൾക്ക്, വലിയ അക്രമങ്ങൾക്ക് ദൈവം ശിക്ഷിക്കും, ഒരിക്കലും ഞാൻ രക്ഷപ്പെടുകയില്ല എന്നുള്ള ചിന്ത. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അവൻ വഴി ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവർ, ഈ രക്ഷകനായി കടന്നു വന്ന ഈശോയുടെ ഏറ്റവും വലിയ ഒരു ഭാവമായിട്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് 1935 മുതലുള്ള കാലഘട്ടങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ ദൈവകരുണയെക്കുറിച്ചുള്ള വലിയ ചിന്തകൾ. പിന്നീട് 1978 തിരുസഭ അത് ജൂൺ മാസം 30-ാം തീയതി അംഗീകരിക്കുകയും 2000 ഈ വിശുദ്ധയായ സന്യാസിനിയെ കത്തോലിക്ക സഭയുടെ വിശുദ്ധയായി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഏപ്രിൽ 30-ന് വിശുദ്ധയായി നാമകരണം ചെയ്യുകയും ചെയ്യുമ്പോൾ പിന്നീടുള്ള 2000 മുതലുള്ള
കാലഘട്ടങ്ങളിൽ സഭയിൽ ദൈവകരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുമ്പോൾ ദൈവകരുണയുടെ നാളുകളിൽ ഏറ്റവും കൂടുതൽ പ്രഘോഷിക്കപ്പെടുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ മക്കളെല്ലാവരും രക്ഷപ്പെടും. ആരും നശിക്കുന്നതിലല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പഴയ നിയമഗ്രന്ഥത്തിൽ നമ്മൾ കണ്ട് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മക്കൾ നശിക്കുന്നതിലല്ല, പിന്തിരിഞ്ഞ് ദുഷ്ടതയുടെ മാർഗത്തിൽ നിന്ന് പിന്തിരിയുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവകരുണയുടെ തിരുനാളും നമ്മളോട് ആവശ്യപ്പെടുന്ന ഇതാണ്: പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരിക, ഇസ്രായേലെ മടങ്ങി വരിക. ദുഷ്ടതയിൽ നിന്ന്, പാപത്തിൻ്റെ വഴികളിൽ നിന്ന്, അക്രമവാസനകളിൽ നിന്ന്, നിരാശയിൽ നിന്ന്, മന്ദതയിൽ നിന്ന്, മരവിച്ച മനസ്സിൽ നിന്നൊക്കെ തിരിച്ചു വരാൻ ദൈവാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. ഈ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷപൂർവ്വം കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം പറയുന്നുണ്ട്: ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. കാരണം കരുണയുടെ ദിവസങ്ങളാണിത്. എന്നാൽ നീതിയുടെ ദിവസം, ദൈവം നീതിമാനായി, ന്യായാധിപനായി, വിധിയാളനായി എഴുന്നള്ളി വരുന്ന ആ ദിവസത്തെക്കുറിച്ച് നമ്മൾ ആർക്കും അറിയത്തില്ല. കാരണം നീതിയുടെ സമയം ആസന്നമായിരിക്കുന്നു എന്ന് തന്നെയാണ് കരുണയുടെ ഡയറിയിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനയുടെ കരുണയുടെ കാലഘട്ടത്തിൻ്റെ പ്രവാചകയായി എസെക്കിയേൽ പ്രവാചകനാണ്: പ്രവാചക, നീ കാവൽക്കാരനാണ്, നീ അരുളി ചെയ്യുക, നീ ഉറക്കെ വിളിച്ചു പറയുക, കാരണം വലിയ നാശം അടുത്തെത്തിയിരിക്കുന്നു. നിന്റെ ദൗത്യമാണിത്, വിളിച്ചു പറയുക. ദൈവം പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ ഉയർത്തിയ ഒരു അപ്പസ്തോലയാണ് വിശുദ്ധ ഫൗസ്റ്റീന. ഈ അപ്പസ്തോലയുടെ ഉത്തരവാദിത്വം എന്തായിരുന്നു? ഈ കാലഘട്ടത്തിൽ ദൈവമക്കളോട് വിളിച്ചു പറയുക: ദൈവ കരുണയുടെ സമയം ആണിത്, നീതിയുടെ സമയം ആസന്നമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദുഷ്ടതയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്, മന്ദതയിൽ നിന്ന് തിരിച്ചു വരിക. ആ തിരിച്ചുവരവിൻ്റെ നാളുകളിലാണ് നമ്മളെല്ലാവരും ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശുദ്ധ മരിയ ഫൗസ്റ്റീന കൊവാൽസ്ക, അതേ അമ്മയുടെ അല്ലെങ്കിൽ ആ വിശുദ്ധയുടെ ഡയറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, വലിയ ദൈവത്തിൻ്റെ കരുണ ഈ ലോകത്തിലേക്ക് വെളിപ്പെടുമ്പോൾ, പ്രത്യേകിച്ചും ആ ഡയറിയിൽ കാണുന്ന ഒരു പ്രത്യേകത ഉള്ളത്, ഒരു 8 വഴികളിലൂടെ നമുക്ക് ഈ ദൈവകരുണ പ്രാപിക്കാമെന്നുള്ളതാണ്. ഇന്നേ ദിവസം നമ്മൾ കൂടുതൽ വിചിന്തന വിഷയമാക്കുന്നത് ഏതെല്ലാമാണ് ആ 8 വഴികൾ. ഒന്നാമതായിട്ട് നമുക്കറിയാം പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ ദിവ്യ കാരുണ്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാമത്തെ വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി, അവൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട്, അവനിൽ ദൈവം വസിക്കുന്നുണ്ട്, അവൻ ദൈവത്തിൽ വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവകരുണ പ്രാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു വഴി നിത്യേനയുള്ള പരിശുദ്ധ കുർബാനയർപ്പണവും പരിശുദ്ധ കുർബാനയുടെ സ്വീകരണവുമാണ്. അപ്പം അത് കാരുണ്യം സ്വീകരിക്കാനുള്ള, ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ വഴി തന്നെയാണിത്. ദിവ്യകാരുണ്യത്തിലൂടെ ഒഴുകി വരുന്ന ഒരു ദൈവകരുണ. ഡയറി 914 ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്: വലിയ ഭയഭക്തി രഹസ്യങ്ങളാണ് പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്നത്. കുർബാന സ്വീകരിക്കാത്ത ആത്മാക്കൾ, 914 ഡയറിയിൽ പറയുകയാണ്, കുർബാന സ്വീകരിക്കാത്ത ആത്മാക്കൾ വാടിക്കരിഞ്ഞു നിൽക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നവർ, നൊവേനയിൽ നമ്മൾ കാണുന്നുണ്ട് 5-ാമത്തെ ദിവസം കത്തോലിക്ക സഭയിൽ നിന്ന് പറഞ്ഞ് പരിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നുപോയ ആത്മാക്കൾ, അവരെ പ്രതി എൻ്റെ ഹൃദയം അത്രമാത്രം വേദനിക്കുന്നുവെന്ന് ദിവ്യകാരുണ്യനാഥൻ പറയുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുകയാണ്: മകളെ, അതുകൊണ്ട് ഐസുകട്ട പോലെ തണുത്തും മരവിച്ച ഹൃദയങ്ങളും പാറ പോലെ കഠിനമായ ഹൃദയങ്ങളും അത് പാറ പൊടിമഞ്ഞ് പോലെ അല്ലെങ്കിൽ പൊടി പോലെ അതായിത്തീരും. ഐസുകട്ട ഉരുകി എന്ന് പറഞ്ഞില്ലേ, ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ദിവ്യകാരുണ്യത്തിൽ നിന്നൊഴുകുന്ന ആ രശ്മികൾ കൊണ്ട് ഈ ഐസുകെട്ട് പോലെ തണുത്ത് മരവിച്ചതിനെ വീണ്ടും അതിനെ ചൂടുള്ളതാക്കി തീർക്കും. പാറ പോലെ കഠിനമായതിനെ പൊടിമണ്ണ് പോലെ അതാക്കി തീർക്കും. അതാണ് പരിശുദ്ധ കുർബാനയിൽ അടങ്ങുന്നത്. 1447 പറയുന്നത്, ആത്മാക്കൾ ഇന്നേ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും കോവിഡിന് ശേഷവുമൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നൊരു പ്രത്യേകത, പരിശുദ്ധ കുർബാനയിൽ ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരണത്തിൽ നിന്ന്, നല്ല കുമ്പസാരം നടത്തി ഒരുക്കത്തോടുകൂടി പരിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്നതിൽ നിന്ന് ഏറെ മാറി നിൽക്കുന്നു. വിരളമായിട്ട് മാത്രം ദൈവത്തെ സമീപിക്കുന്നു, പരിശുദ്ധ കുർബാന സ്വീകരണത്തിലായിരിക്കുന്നു. ഒരുപക്ഷെ ആഘോഷങ്ങളും കൺവെൻഷനുകളും ധ്യാനങ്ങളും ഒക്കെ തുടങ്ങി ഈ നാളുകളിലൊക്കെ ആളുകളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ കുർബാനയോടുള്ള ആ ഒരു ഭക്തിയും സ്നേഹവും, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ശക്തി സ്വീകരിക്കുന്ന അകന്നു പോകുന്നുണ്ട്. അത് വലിയ വേദനാജനകമായിട്ട് ഈശോ പറയുകയാണ്. കാരണം ദിവ്യകാരുണ്യ സ്വീകരണം ആത്മാവിൻ്റെ ശക്തിയും
ആത്മാവിൻ്റെ ഭക്ഷണവുമാണെന്ന് നമുക്കറിയാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന, ദൈവത്തിൻ്റെ വചനം കൊണ്ട് കൂടിയാണെന്ന് പറയുന്നത് പോലെ ഈ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായൊരു ജീവിതം, അത് ദൈവകരുണ ലഭിക്കാനുള്ള ഒന്നാമത്തെ വഴിയായിട്ട് ദൈവകരുണയുടെ ഡയറിയിൽ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ദിവ്യകാരുണ്യ സ്വീകരണം അത് നിത്യതയിൽ ഈശോയോട് ഐക്യപ്പെടാനുള്ള ഒരു വലിയ പ്രാപ്തയാക്കുന്ന കാര്യം തന്നെയാണ്. 1811 ഡയറിയിൽ പറയുന്ന കാര്യമാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധയുടെ ജീവിതത്തിൽ എപ്പോഴും കാണുന്നുണ്ട് ദിവ്യകാരുണ്യ ആരാധന. ഇന്ന് ആളുകളിലൊക്കെ നമുക്കറിയാം ധാരാളം നിത്യാരാധന ചാപ്പലുകൾ കേരള സഭയിലും ലോകമെമ്പാടുമുണ്ട്. ആളുകൾ മണിക്കൂറുകൾ ദിവ്യകാരുണ്യത്തിൻ്റെ സമയത്ത് ചെലവഴിക്കുന്നു. കാരണം എന്താണ്? ആ ദിവ്യകാരുണ്യനാഥനോടൊപ്പം ആയിരിക്കുമ്പോൾ. ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എന്നുണ്ട്, 100 മണിക്കൂർ 100 ദേവാലയങ്ങളിൽ 100 ദിവസം മുടങ്ങാതെ നീ ചെയ്യുന്ന വലിയ ശുശ്രൂഷകളെക്കാൾ വലിയ കാര്യം 1 മണിക്കൂർ ദൈവകരുണയുടെ വലിയ സ്നേഹം ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ ഞാൻ നിനക്ക് നൽകും. അപ്പോൾ വലിയ അപ്പസ്തോലിക പ്രവർത്തനേക്കാൾ, വലിയ ചാരിറ്റി, വലിയ സാമൂഹിക പ്രവർത്തനങ്ങളെക്കാളൊക്കെ ശക്തി കർത്താവ് 1 മണിക്കൂർ ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ആത്മാവിന് നൽകും. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥനോടൊപ്പമായിരിക്കാൻ, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ ഈ ദൈവകരുണയുടെ തിരുനാൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു വഴിയായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, അത് അനുരഞ്ജനമാണ്. പരിശുദ്ധ കുമ്പസാരം. കരുണയുടെ സിംഹാസനം എന്നാണ് ദൈവകരുണയുടെ ഡയറിയിൽ പരിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച്, അനുരഞ്ജന കൂദാശയെക്കുറിച്ച് പറയുന്നത്. കാരണം എന്താണ്? വിശുദ്ധിക്കായി യത്നിക്കുന്ന ഒരാത്മാവ്. ഇപ്പോൾ റോമാലേഖനം 2-ാം അധ്യായം 4-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയല്ലേ ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. അത് നീ അറിയുന്നില്ലേ? അപ്പോൾ കുമ്പസാര കൂടുകൾ, അനുരഞ്ജനപ്പെടുവാനുള്ള വേദികൾ, പ്രിയപ്പെട്ടവരെ, അത് എന്താണ്? ഒരു വ്യക്തിയെ അനുതാപത്തിലേക്ക് നയിക്കുക. അതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം തന്നെ. അപ്പോൾ അനുദപിക്കുന്ന ഒരാത്മാവിന് രക്ഷയുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം കുമ്പസാരം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. കുമ്പസാരം പ്രയോജനപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒരാത്മാവ് തൻ്റെ ജീവിതത്തിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കൂടെ അനുരഞ്ജനത്തിൻ്റെ വേദിയിലേക്ക് പോവുക. നോമ്പിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ്. പീഡാനുഭവ ചരിത്ര വായനകളിലും നമ്മൾ ഈ നാളുകളിൽ കണ്ടുപോയതും പ്രാർത്ഥിച്ചതും ധ്യാന വിഷയമാക്കിയതും അതുതന്നെയാണ്. അനുദപിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ തമ്പുരാൻ്റെ വലിയ കരുണയിലേക്ക് ആശ്രയിക്കുന്നു. നമ്മൾ ചരിത്ര വായനകളിലും ദുഃഖവെള്ളിയാഴ്ച ആചരണത്തിലൊക്കെ കണ്ടു, നല്ല കള്ളൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഒന്ന് ഓർക്കണം പറുദീസായിലായിരിക്കുമ്പോൾ. ശരിക്കും ഒരു അനുതാപമാണ് അവൻ്റെ ഉള്ളിലുണ്ടാകുന്നത്. കാരണം കുരിശിൽ മരണപ്പെടാനായിട്ട് പോകുന്ന തൊട്ട് മുമ്പ് അവൻ്റെ ഉള്ളിൽ ഈ ഗുരുവിനെ കാണുമ്പോൾ, ഈശോയെ കണ്ടു കഴിയുമ്പോൾ അവൻ ചോദിക്കുന്നത്, എന്നെ ഒന്ന് പറുദീസായിൽ ഒന്ന് ഓർക്കണം. എഫേസോസ് ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് പോലെ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ഒക്കെ വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന യേശുക്രിസ്തുവിന് സഭയിലും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ അനുദപിക്കാൻ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചൊന്ന് വലിയ തീവ്രമായൊരു ആഗ്രഹം ഉണ്ടായാൽ മതി, ഒരാത്മാവ് രക്ഷപ്പെടും. അത് കൂടെ കുമ്പസാരിച്ച് പലവട്ടം അനുതാപത്തിൻ്റെ ശുശ്രൂഷകളിലൂടെ കടന്നു പോകുന്ന ഒരാത്മാവ് ഒരിക്കലും നശിക്കുകയില്ല. അതാണ് ദൈവകരുണ ദൈവത്തിൻ്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനം. അത് വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത തന്നെയാണ്. നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോഴും ഈ ഉത്ഥാനത്തിൻ്റെ വലിയ ആനന്ദത്തിലൂടെ കടന്നു പോകുമ്പോഴും ഒക്കെ നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ കരുണയിലേക്ക് കൂടെ വരിക. ഡയറിയിൽ പറയുന്ന 113-ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, പൂർണ്ണമായ ആത്മാർത്ഥതയുണ്ടാകണം ഓരോ കുമ്പസാരത്തിലും അനുരഞ്ജനത്തിലും. അത് വലിയ തുറവയോടും നിഷ്കളങ്കതയോടും കൂടിയാകണം. അല്ലെങ്കിൽ പറയുകയാണ്, എത്ര വലിയ വ്യക്തിയാണെങ്കിലും, ഇപ്പോൾ ഈശോ എൻ്റെ അത് പറയുന്നുണ്ട്, മിശിഹ തന്നെ നേരിട്ടൊരാത്മാവിനെ കുമ്പസാരിക്കാൻ വന്നാലും ആ വ്യക്തിക്ക് വലിയൊരു വിശ്വാസം, ആത്മാർത്ഥതയില്ലെങ്കിൽ, തുറവിയില്ലെങ്കിൽ, നിഷ്കളങ്കതയില്ലെങ്കിൽ ആ അനുരഞ്ജനം കൊണ്ട് ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. അത് വെറും ഒരു പ്രകടനം മാത്രമായി മാറുക. മറ്റൊന്ന്, ആത്മാവിന് എളിമയുണ്ടായിരിക്കണം. എളിമയോടുകൂടി, കർത്താവെ ഞാൻ പാപിയാണ്. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ഈശോ പറയുന്നുണ്ട്, അവൻ രക്ഷിക്കപ്പെട്ടവനായി ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ എന്താണ്? തമ്പുരാൻ്റെ മുമ്പിൽ എളിമയോടെ നിൽക്കുന്ന ഒരാത്മാവ്, ഏത് കാര്യങ്ങളും ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നൊരാത്മാവ്. നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ കൽപ്പനകളെല്ലാം പാലിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. നിൻ്റെ വയലും നീ നഗരത്തിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിൻ്റെ അപ്പം കുഴയ്ക്കുന്ന മാവുകൂട്ടയും അല്ലെങ്കിൽ നിൻ്റെ അപ്പപാത്രവും ഒക്കെ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ കന്നുകാലികളും ആട്ടിൻപറ്റങ്ങളും ഒക്കെ അനുഗ്രഹിക്കപ്പെടും.
ഞാനിന്ന് നിന്നോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഇടം വലം വ്യതിചലിക്കാതെ. അപ്പോൾ എന്താണ്? ഒരു അനുസരണത്തിൻ്റെ അരൂപിയിലേക്ക് ഒരു ആത്മാവ് പ്രവേശിക്കുകയാണ് കുമ്പസാരത്തിലൂടെ. അങ്ങനെ ഒരു പ്രവേശനം കൂടി ഉണ്ടാകണം. അതാണ് കുമ്പസാരം എന്ന കൂദാശയിലൂടെ നൽകേണ്ട ഒരു വലിയ മാറ്റം വരുത്തേണ്ടത്. അത് പ്രയോജനപ്പെടുത്തുമ്പോൾ ഉണ്ടാകേണ്ട വലിയൊരു നന്മ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ കാരുണ്യത്തെ കൂടെ കണ്ടുമുട്ടണം. ഈ കരുണയുടെ തിരുനാൾ ആഘോഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരോടൊക്കെ പറയേണ്ടത്, ഒരുപക്ഷെ ശുശ്രൂഷ മേഖലയിലുള്ളവർ, സമർപ്പിത ജീവിതങ്ങളിലുള്ളവർ, വൈദികർ, ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലുള്ളവരൊക്കെ ചെയ്യേണ്ടത് ആളുകളെ അനുതാപത്തിലേക്ക് കൊണ്ടുവരിക, നല്ല കുമ്പസാരത്തിനായിട്ട് ഒരുക്കുക. ഈ അടുത്ത നാളിൽ കൊച്ചൊരു അനുഭവം, ഒരു വ്യക്തിയുടെ മരണത്തിനോടനുബന്ധിച്ച് ഒരു മരണാസന്നനായിരിക്കുന്ന ഒരാളുടെ മക്കൾ പറയുകയുണ്ടായി, അച്ഛനൊന്ന് ആശുപത്രിയിൽ ഒന്ന് വരാമോ? അപ്പം അച്ഛൻ വളരെ അത്യാസന്ന നിലയിലാണ്, പക്ഷേ ഒരു അനുതാപം ഉണ്ടായിട്ടില്ല, ഒന്ന് പ്രാർത്ഥിക്കാമോ? മക്കളെല്ലാവരോടും കൂടി അവരെല്ലാവരും കുടുംബസമേതം എല്ലാ മക്കളും പ്രാർത്ഥനയിലായിരുന്നു. കാരണം അവരുടെ വലിയൊരു ആഗ്രഹമാണ് അവരുടെ അപ്പച്ചൻ ഒരു നല്ല കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് മരിക്കണം. അങ്ങനെ മരിക്കുമ്പോൾ അവരുടെ അപ്പച്ചൻ്റെ ആത്മാവിന് വലിയൊരു ആനന്ദവും ആ കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമായി മാറുന്നു. തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം പോലെ മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് കുറേ വർഷങ്ങളായി കുമ്പസാരിക്കാത്ത അല്ലെങ്കിൽ അനുതാപത്തിലേക്ക് വരാത്ത ഒരു ആത്മാവ് അനുതപിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് 3-4 ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണ്, അത് ആത്മാവിൻ്റെ വലിയൊരു ആനന്ദമായി, കുടുംബത്തിന് അത് വലിയൊരു, അപ്പൻ്റെ മരണം, നീതിമാൻ്റെ മരണം അനുഗ്രഹദായകമത്രയെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന പോലെ പ്രിയപ്പെട്ടവരെ, നീതിയോടെ മരിക്കുക, വിശുദ്ധിയോടെ മരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണത്. കാരണം നമ്മളൊന്ന് ഓർത്ത് നോക്കുക, ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത് മരണസമയത്ത് അറിയുകയാണ് ആത്മാവ് നരകത്തിൽ പോവുകയാണെന്നുള്ളത്. മരണസമയത്ത് അറിയുകയാണ് ആത്മാവ് നരകത്തിലേക്കാണെന്നുള്ളത്. ഏറ്റവും ഭീകരമായ ഭയാനകമായ നിമിഷം എന്നാണ് അതിനെക്കുറിച്ച് വിശുദ്ധരും ദൈവശാസ്ത്രജ്ഞരും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാൻ, സദാ ജാഗരൂകരായിരിക്കാൻ, ആ ദിവസമോ മണിക്കൂറോ അറിയത്തില്ലാത്ത നിസ്സാരരായ മനുഷ്യരായ നമുക്ക് തമ്പുരാൻ്റെ കരുണയിൽ കൂടെ ആശ്രയിക്കാം. ഈ പരിശുദ്ധ കുമ്പസാരത്തിൽ ആത്മീയ പിതാക്കന്മാർ നമുക്ക് വേണം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആത്മീയ പിതാക്കന്മാരുണ്ടാകട്ടെ, നമുക്ക് നന്നായി അനുദപിക്കാൻ, കുമ്പസാരിക്കാൻ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ, നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ല കൃപയുള്ള വൈദികരുടെ അടുത്ത് ശുശ്രൂഷകൾ സ്വീകരിച്ചുകൊണ്ട് കുമ്പസാരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇനിയുള്ള നാളുകളിൽ ജീവിക്കാം. ദൈവകൃപകൾ ഫലദായകമാക്കുവാൻ, ആത്മീയ ജീവിതത്തിൽ സ്ഥിരതയോടെ നിൽക്കാൻ, ദൈവഹിതം മനസ്സിലാക്കാൻ, പ്രചോദനങ്ങളെയൊക്കെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഈ ഒരു ആത്മീയ പിതാക്കന്മാർ കുമ്പസാര വേദികളിൽ നമുക്കുണ്ടാകട്ടെ. 3-ാമത്തെ വഴിയെക്കുറിച്ച് നമുക്കറിയാം, അത് കരുണയുടെ ഛായാചിത്രമാണ്. എല്ലാ കുടുംബങ്ങളിലും എല്ലാവരും എൻ്റെ ഈ ഛായാചിത്രത്തെ വണങ്ങുക. പിതാവിൻ്റെ കോപത്തിൽ നിന്ന് മറയ്ക്കുന്ന പരിചയമാണ് ഈ ഛായാചിത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികൾ. ഇപ്പോൾ ദൈവപിതാവിൻ്റെ ക്രോധത്തിൽ നിന്ന്, കാരണം ആസന്നമായിരിക്കുന്ന ദൈവശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന, അതിനെ മറച്ചു പിടിക്കുന്ന പരിചയമാണ് ഈ രശ്മികൾ. അതുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുന്നുണ്ട്, നീ കണ്ടതുപോലെ, ഞാൻ നിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടതുപോലെ ഒരു ഛായാചിത്രം നീ നിർമ്മിക്കുക. അതിൽ ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടുകൂടി അത് വരയ്ക്കുക. ആദ്യം അത് നിൻ്റെ ചാപ്പലിൽ വയ്ക്കുക, പിന്നീടത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക. ഇന്ന് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യം ഇതാണ്, ഈ കരുണയുടെ ചിത്രം എല്ലാ വീടുകളിലും, ദേവാലയങ്ങളിലും, സന്യാസ ഭവനങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും അത് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക. ഈ ഛായാചിത്രത്തിൻ്റെ പ്രചരണം വിശുദ്ധ ഫൗസ്റ്റീനോട് പറഞ്ഞ കാര്യം പിന്നീടൊരു 10, 40, 60 വർഷങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ടവരെ അത് സഭയിൽ മുഴുവൻ ലോകമെമ്പാടും ദൈവകരുണയുടെ ഛായാചിത്രം പ്രചരിക്കപ്പെട്ടു. അത് ദൈവകരുണ ലഭിക്കാനുള്ള മറ്റൊരു വലിയൊരു മാർഗം എന്നാണ് ഈ ഛായാചിത്രത്തെ വണങ്ങുക. അതിൽ നിന്ന് നീതീകരിക്കുന്ന ആ ജലത്തിൻ്റെ ആ രശ്മിയുടെ കീഴിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുക. ജീവൻ നൽകുന്ന കർത്താവിൻ്റെ ചുവന്ന ആ രശ്മികൾ, ആത്മാക്കൾക്ക് ജീവൻ നൽകുന്ന ആ രശ്മി, അതിൽ നിന്ന് പുറപ്പെടുന്ന ആ പ്രഭയാൽ നമ്മളുടെ പാപങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈ ഛായാചിത്രത്തിന് വണങ്ങി നിത്യരക്ഷയും ശത്രുവിൻ്റെ മേൽ വിജയവും സമാധാനപൂർണമായ ഒരു മരണം സ്വീകരിക്കാൻ നമുക്ക് ഈ ഛായാചിത്രത്തെ വണങ്ങി ഈ കരുണയുടെ നൊവേനയുടെ നാളുകളിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും നമ്മുടെ ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഈ ഛായാചിത്രത്തെ നമുക്ക് വണങ്ങി പ്രാർത്ഥിക്കാം. ഒപ്പം ദൈവകരുണ എന്ന് പറഞ്ഞാൽ ആളുകൾക്കെല്ലാം മനസ്സിലുള്ളൊരു കാര്യമാണ്, അത് കരുണക്കൊന്ത. അതാണ് ഇതിൻ്റെ 4-ാമത്തെ മാർഗമായിട്ട് വിശുദ്ധ ഫൗസ്റ്റീനെ പറയുന്നത്. ദൈവകരുണ പ്രാപിക്കാനുള്ള 4-ാമത്തെ മാർഗം ദൈവകരുണയുടെ ജപമാലയാണ്. വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും
ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിലും ധ്യാന കേന്ദ്രങ്ങളിലെ ശുശ്രൂഷകളിലെല്ലാം നടക്കുന്ന വലിയൊരു കാര്യമാണ് ദൈവകരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. വളരെ ശക്തമായൊരു മധ്യസ്ഥ പ്രാർത്ഥന, വലിയ മാനസാന്തരമുണ്ടാകാൻ, നല്ല മരണമുണ്ടാകാൻ. ഈ കരുണയുടെ ജപമാല വിശ്വാസത്തോടെ ചെല്ലുന്ന ഒരാത്മാവ് ഒരിക്കലും നിത്യനാശത്തിലേക്ക് പോവുകയില്ല എന്നുറപ്പ് ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന വാക്കുകളാണ്. അപ്പം അതുകൊണ്ട് ഈ ജപമാല ഭക്തിയോടെ ചെല്ലാൻ, വിശ്വാസത്തോടെ ചെല്ലാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രതിജ്ഞയെടുക്കാം. മറ്റൊന്നുള്ള നമുക്കറിയാം ദൈവകരുണയുടെ നൊവേന. അത് ദുഃഖവെള്ളിയാഴ്ച ആരംഭിച്ച് പൊതുഞായറാഴ്ച വരെ തീരുന്നതാണെന്ന് നമ്മളിപ്പോൾ അതിലൂടെയാണ് കരുണനിധി എന്ന ശാലോം ടെലിവിഷനിലെ പ്രോഗ്രാമിലൂടെ നടക്കുന്നു. വളരെ വർഷങ്ങളായിട്ട് ഡിവൈൻ മേഴ്സി ഓഫ് ഷൈനിലെ ഈ തൊടുപുഴയിൽ ഈ കരുണയുടെ നൊവേനയിൽ അനേകം ആയിരങ്ങൾ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ശുശ്രൂഷയ്ക്കൊക്കെ ശേഷം, അല്ലെങ്കിൽ ഈ ഒരു വചന ശുശ്രൂഷയ്ക്ക് ശേഷം ഈ കരുണയുടെ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചത് വഴിയായി ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നിയോഗാർത്ഥത്തോടുകൂടി, വലിയ നിയോഗത്തോടു കൂടി പ്രിയപ്പെട്ടവരെ ഈ കരുണയുടെ നൊവേനയിൽ പങ്കെടുക്കണം. ദുഃഖവെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന ഈ കരുണയുടെ തിരുനാൾ പുതുഞായറാഴ്ച വരെ സാഘോഷം ആനന്ദപൂർവ്വം ആചരിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ തിരുനാൾ ഏറ്റവും ആഘോഷത്തോടെ, സന്തോഷത്തോടെ, പ്രത്യേകിച്ചും തൊടുപുഴയിലെ ഡിവൈൻ മേഴ്സി ഷൈനിൽ എല്ലാ ദിവസമുള്ള പരിശുദ്ധ കുർബാനയിൽ ഈ നൊവേന കുർബാനയ്ക്ക് ശേഷം അർപ്പിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും ഈ നൊവേന പ്രാർത്ഥനകളിൽ, നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഒരു വലിയ അമൂല്യ നിധിയായിട്ട് ഈ നൊവേനയുടെ പ്രാർത്ഥനാ പുസ്തകം ഉണ്ടാകട്ടെ. ആളുകൾക്ക് പലർക്കും അറിയത്തില്ല ഇങ്ങനൊരു നൊവേനയെക്കുറിച്ച്. ഇത് പ്രചരിപ്പിക്കാം നമുക്ക്. ശാലോം ടി വിയുടെ പ്രോഗ്രാമിലൂടെയൊക്കെ എല്ലാ വീടുകളിലും കരുണയുടെ നൊവേന പുസ്തകങ്ങൾ ഉണ്ടാകട്ടെ. മറ്റൊന്നാണ് ദൈവകരുണയുടെ തിരുനാൾ. അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദൈവകരുണ പ്രാപിക്കാനുള്ള മറ്റൊരു മാർഗം ഈശോ ദൈവരുടെ ഡയറിയിൽ പറയുന്നുണ്ട്, ക്രോധത്തിൻ്റെ സമയം, ശിക്ഷയുടെ സമയം ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് സാഘോഷമായിട്ട് എൻ്റെ ദൈവകരുണയുടെ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കുക. കരുണയുടെ തിരുനാൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഡയറി 49 പറയുന്നുണ്ട്. കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനോട് പറയുന്നുണ്ട്, കരുണയുടെ തിരുനാൾ ഒരെണ്ണം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അന്നേ ദിവസം കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾ പരിപൂർണമായ പാപമോചനവും കടങ്ങൾക്ക് പൊറുതിയും ലഭിക്കുന്നുണ്ട് ഈ ദൈവകരുണയുടെ തിരുനാളിൽ പങ്കെടുക്കുന്നവർ. അതുകൊണ്ട് ഈ തിരുനാൾ ഛായാചിത്രത്തെ വണങ്ങി സാഘോഷം നടത്തി പ്രിയപ്പെട്ടവരെ ദൈവകരുണയുടെ മണിക്കൂറിലൂടെ കടന്നു പോകണം. 7ാമത്തെ കാരുണ്യ പ്രവൃത്തിയായിട്ട്, അല്ലെങ്കിൽ കാരുണയുടെ മാർഗമായിട്ട് കാണുന്നത് ദൈവകരുണയുടെ മണിക്കൂർ. 3 മണി പ്രഭാതത്തിലും ഉച്ച കഴിഞ്ഞുള്ള 3 മണി സമയത്തുമൊക്കെ പ്രാർത്ഥിച്ച് ദൈവകരുണയ്ക്കായിട്ട് ആഗ്രഹിക്കുന്ന ആത്മാക്കൾ വലിയ ശക്തി പ്രാപിക്കും. ഇന്നത് അനേകരിലേക്ക് ഈ ഒരു സന്ദേശം കടന്നു ചെന്നിട്ടുണ്ട്. അനേകം കുടുംബങ്ങളിൽ, സമർപ്പിത സന്യാസ സമൂഹങ്ങളിൽ യാത്രാമധ്യയൊക്കെ കൃത്യമായിട്ട് ആളുകൾ ഈ കരുണയുടെ മണിക്കൂറിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. 8ാമത്തെ മാർഗമായിട്ട് കാണുന്നത് കാരുണ്യ പ്രവർത്തികൾ വഴിയാണ്. പ്രത്യേകിച്ചും നമ്മളുടെ പ്രവൃത്തിയും വാക്കുകളും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്ന പോലെ പ്രിയപ്പെട്ടവരെ നമുക്കും കരുണയുള്ളവരായിത്തീരാം. കർത്താവിൻ്റെ കരുണയിൽ കൂടുതൽ പ്രത്യാശയോടെ നമുക്ക് അഭയം തേടാം. ഈ കരുണയുടെ തിരുനാളും കരുണയുടെ നൊവേനാഘോഷവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കരുത്തു തകരുന്ന വിശുദ്ധിയിലേക്ക്, കാരണം എന്താ, ഒരിക്കലും നഷ്ടമാകാത്ത ആത്മാവിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഈ കരുണയുടെ തിരുനാൾ ആഘോഷങ്ങളും ദൈവകരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും. അതുകൊണ്ട് ഡിവൈൻ മേഴ്സി ഓഫ് ഷൈനിൽ നിന്ന്, തൊടുപുഴയിൽ നിന്ന് സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഈ ശുശ്രൂഷയിൽ നമുക്ക് ഭക്തിയോടെ, പ്രാർത്ഥനയോടെ പങ്കെടുക്കാം. വലിയ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാം. നമ്മൾ ഇവിടെ വന്ന് സന്ദർശിക്കുകയും ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് തീവ്രമായി നമുക്ക് അഭിലഷിക്കാം. അനേക ഇടങ്ങളിൽ ദൈവകരുണയുടെ ശുശ്രൂഷകൾ, ധ്യാന കേന്ദ്രങ്ങൾ, പല ദേവാലയങ്ങളിലും പല കപ്പേളകളിലും ഈ തിരുനാളുകൾ, ധ്യാന കേന്ദ്രങ്ങളിലും ഈ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. നമുക്കതിൽ ഭക്തിയോടും തീഷ്ണതയോടും കൂടി പങ്കെടുക്കാം. ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന് കാരുണ്യനിധി എന്ന ഈ ശുശ്രൂഷയിലൂടെ ഒഴുകപ്പെടുന്ന അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം നൊവേന പ്രാർത്ഥനയിലും അതിലോടൊപ്പം ഇറങ്ങുന്ന നൊവേനയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മളിപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ്. വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നാളുകളായി ഈ തിരുനാൾ ആഘോഷങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ നിങ്ങളെയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദേവകരുണയുടെ ആലയത്തിൽ വന്ന്
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ചില അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാം. ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള മേരിക്കുട്ടി എന്ന മകളുടെ ഒരു സൗഖ്യസാക്ഷ്യം നമുക്ക് കേൾക്കാം. ഈ മകൾക്ക് മൾട്ടിപ്പിൾ സിറോസിസ് എന്ന മാരകമായ അസുഖത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടർന്നതിനെ തുടർന്ന് ഡോക്ടർമാരുടെ അടുത്ത് പോയി അത് സ്ഥിരീകരിച്ചു. ബ്രെയിനിൽ അതിനുള്ള മാറ്റങ്ങൾ സ്കാനിങ്ങിൽ കാണുകയും ചെയ്തു. അന്നു മുതൽ വളരെയധികം വേദനയോടും വിഷമത്തോടും കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ മാനസിക സംഘർഷത്തിലും മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അടുത്തുള്ള വീട്ടിലെ ഒരു സഹോദരി വഴി ഇവിടെ തൊടുപുഴയിലെ ഡിവൈൻ മേഴ്സി ഷൈനെക്കുറിച്ച് കേൾക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച് അറിയുകയും ചെയ്തു. അവിടുന്ന് ഒത്തിരിയേറെ വിശ്വാസത്തോടെ ഇവിടെ ഡിവൈൻ മേഴ്സി ഷൈനിൽ വന്ന് വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ പല പ്രാവശ്യം മാതാവിൻ്റെ അടുത്ത് വന്ന് മുട്ടയിൽ നീന്തി ജപമാല സമർപ്പിച്ച് ഈ രോഗത്തിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ 3 മാസത്തിന് ശേഷം റിസൾട്ടുകളെല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും ഡോക്ടറെ കാണുവാൻ വേണ്ടി ചെന്നു. അത്ഭുതമെന്ന് പറയട്ടെ, എടുത്ത റിസൾട്ടുകളെല്ലാം നെഗറ്റീവ് എന്ന് കാണിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, ഇങ്ങനെയൊരു അസുഖം ഇല്ല, അതായത് മൾട്ടിപ്പിൾ സിറോസിസ് എന്ന മാരകമായ അസുഖം എന്നെ ബാധിച്ചിട്ടേ ഇല്ല എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി. ഈ വലിയ അത്ഭുതത്തിന് ഈശോയ്ക്കും മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകരുണയുടെ ഈശോയ്ക്കും 1000 നന്ദി. ചീനിക്കുഴിയിൽ നിന്നുള്ള ജോസ്ന എന്ന മകളുടെ സാക്ഷി നമുക്ക് കേൾക്കാം. ഈ മകള് ഡിവൈൻ മേഴ്സി ഷൈനിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് OET എക്സാമിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകുവാൻ സാധിച്ചു. ഈ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ദുബായിൽ നിന്നുള്ള ബീന എന്ന മകളുടെ ഒരു സാക്ഷി നമുക്ക് കേൾക്കാം. ഈ മകൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഗർഭപാത്രത്തിൽ ഫ്ലൂയിഡ് കുറയുന്ന അവസ്ഥയായിരുന്നു. ഈ കുഞ്ഞിനെ നഷ്ടപ്പെടും എന്ന അവസ്ഥ വരെ എത്തി. വളരെ വേദനയോടെ ഞങ്ങൾ കഴിയുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ ഡിവൈൻ മേഴ്സി ഷൈനിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഞാൻ ഓൺലൈനായിട്ടിരുന്ന് 9 ദിവസം ഇവിടുത്തെ വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുത്തുകൊള്ളാമെന്ന് നേരുകയും ചെയ്തു. തുടർന്ന് 2 ആഴ്ച പങ്കെടുത്തു തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഗർഭപാത്രത്തിൽ ഫ്ലൂയിഡ് കൂടുന്നതായിട്ട് ഡോക്ടർമാർ ചെക്കപ്പിനോട് പറഞ്ഞു. തുടർന്ന് യാതൊരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോകുവാനും അതുപോലെ തന്നെ ഇന്ന് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുവാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഈ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അതുപോലെ അഞ്ചിരിയിൽ നിന്നുള്ള സജി AS എന്ന മകനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ നൽകുന്ന ഒരു അത്ഭുത സൗഖ്യസാക്ഷി നമുക്ക് കേൾക്കാം. സജി എന്ന മകൻ ലിവർ പേഷ്യൻ്റ് ആയിരുന്നു. വീട്ടിൽ വെച്ച് പെട്ടെന്ന് ബ്ലഡ് ഛർദ്ദിക്കുകയും തുടർന്ന് ഉടൻ തന്നെ സെൻറ് മേരീസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഈ മകൻ അബോധാവസ്ഥയിലാവുകയും 2 ദിവസം അനക്കമില്ലാതെ കിടക്കുകയും ചെയ്തു. മരണാവസ്ഥയിൽ വരെ എത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിയോടെ ഞങ്ങളായിരിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ഒരു ദേവാലയമുണ്ട്. സാധിക്കുമെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ വിശുദ്ധ ജലം ദയവായി കൊണ്ടുവരണമെന്ന്. ഞാനൊരു ഹൈന്ദവ സ്ത്രീ ആയിരുന്നതുകൊണ്ട് എനിക്ക് പൂർണ്ണമായും വിശ്വാസമില്ലായിരുന്നു. എങ്കിലും ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഇവിടെ വരികയും പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും തുടർന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ വിശുദ്ധ ജലം കൊണ്ടുപോയി നേഴ്സിനെ ഏൽപ്പിക്കുകയും ചെയ്തു. നേഴ്സ് ഗുളികയോടൊപ്പം ഈ വിശുദ്ധ ജലം ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ മരണാവസ്ഥയിൽ കിടക്കയിൽ കിടന്ന ഭർത്താവ് എണീറ്റിരുന്ന് സിസ്റ്റേഴ്സിനോട് വർത്താനം പറയുന്നു. അത്ഭുത സൗഖ്യം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. അതെ, നമ്മുടെ ആവശ്യങ്ങളിലും കണ്ണുനീരിലും കൈവിടാത്ത ഒരമ്മയാണ് നമ്മുടെ അമ്മ. ഈ അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അതോടൊപ്പം പുത്രൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവകരുണയുടെ ഈ നൊവേനയിലേക്ക് നമുക്ക് ഭക്തിപൂർവ്വം പ്രവേശിക്കാം. പരിശുദ്ധാത്മാവേ, ജീവദായകനേ, എൻ ഹൃദയം പവിത്രമാക്കണമേ. ദൈവിക ജീവൻ നിറവായിടുവാൻ എന്നിൽ വസിക്കണമേ.
പരിശുദ്ധാത്മാവേ ജീവദായകനേ എൻ ഹൃദയം പവിത്രമാക്കണമേ ദൈവിക ജീവൻ നിറവായിടുവാൻ എന്നിൽ വസിക്കണമേ പരിശുദ്ധാത്മാവേ നിത്യസഹായകനേ പാവനരൂഹായേ എന്നിൽ വന്നു നിറയണമേ പരിശുദ്ധാത്മാവേ നിത്യസഹായകനേ പാവനരൂഹായേ എന്നിൽ വന്നു നിറയണമേ ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദൈവകരുണയുടെ നൊവേനയുടെ 5-ാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകമായി കത്തോലിക്കാ സഭയിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വിവിധ കാരണങ്ങളാൽ സഭയിൽ നകന്നു നിൽക്കുന്നവർ, വിവിധ കാരണങ്ങളാൽ സഭാ അധികാരികളുമായി ദേഷ്യവും സങ്കടവുമുള്ളവർ, പലവിധ കാരണങ്ങൾ കൊണ്ട് ഇന്നും കത്തോലിക്കാ സഭയിൽ നിന്ന് മാറി നടക്കുന്നവർ, സഭയെ കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ, അങ്ങനെ പലവിധ കാരണങ്ങളാൽ സഭയിൽ നിന്ന് അകന്നു നിൽക്കുന്ന എല്ലാ ആത്മാക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നിറയാനും, അവരുടെ മേൽ ദൈവാനുഗ്രഹമുണ്ടാകാനും, അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയാനും നമുക്ക് ആഗ്രഹിക്കാം. ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരി തൊടുപുഴയിൽ ഈ ദൈവകരുണയുടെ ആലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകമായി എല്ലാവരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ സങ്കടങ്ങളും വേദനകളുമെല്ലാം ദൈവം ഏറ്റെടുക്കാനും ദൈവകരുണ കൊണ്ട് അവരുടെ കുടുംബങ്ങളും വ്യക്തിജീവിതങ്ങളും നിറയാനും നമുക്ക് ആഗ്രഹിക്കാം. ഭക്തിപൂർവം തീഷ്ണതയോടെ ഈ നൊവേനയിൽ നമുക്ക് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വിശുദ്ധ ഫൗസ്തീനായുടെ പിതാവിൻ്റെ കരുണ ഈ കാലഘട്ടത്തിൽ ലോകത്തിന് വെളിപ്പെടുത്തി ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ കരുണ വർഷിക്കാൻ അങ്ങ് തിരഞ്ഞെടുത്ത ദേവാലയത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് തിരഞ്ഞെടുത്ത ദേവാലയത്തിൽ വന്ന് ദുഃഖിതമായ ആത്മാവോടും തളർന്ന ഹൃദയത്തോടും കൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് കരുണ വർഷിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും അങ്ങേ തിരുക്കുമാരൻ്റെ പീഡാസഹനത്തെയും പ്രതി ഞങ്ങളോട് കരുണ തോന്നണമേ. കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്ന നരുളി ചെയ്ത ആത്മാക്കളോടുള്ള സ്നേഹപ്രകടമാക്കി ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ച ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.
ഇതാ നിന്റെ അമ്മയെ അരുളി ചെയ്തുകൊണ്ട് സ്വന്തം അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി തന്ന ഈശോയെ, ഈ നവനാളിൽ സമർപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമലഹൃദയം വഴി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരക്തത്താൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബുദ്ധിയെയും ചിന്തകളെയും കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. നമുക്ക് ഏറ്റുചൊല്ലാം. ഈശോയെ, ഈശോയെ, സർവലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത്. ജീവന്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായി ഈശോയെ, സർവലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയെത്തിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ആമേൻ. അഞ്ചാം ദിവസം കത്തോലിക്ക സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളെ ഇന്നെൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണക്കടല്ലവരെ മുക്കിയെടുക്കുക. എൻ്റെ കഠിന വേദനയുടെ സമയത്ത് സഭയാകുന്ന എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും അവർ കീറിമുറിച്ചു. അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എൻ്റെ സഹനം കുറയുകയും ചെയ്യും. നമുക്ക് ഏറ്റുചൊല്ലാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, നന്മയുടെ ഉറവിടമേ, അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ. വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ. അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ കൂട്ടായ്മയിലേക്ക് അവരെ ആനയിക്കണമേ. അങ്ങയുടെ അനുകമ്പാർദ്രമായ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ. പകരം അവർ അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പുകഴ്ത്തുവാനിടയാകട്ടെ. നിത്യനായ പിതാവേ, വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദ വരത്തെ നിരസിച്ച് മനഃപൂർവം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ കൃപാകടാക്ഷം തിരിക്കണമേ. അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുതേ. അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹവും അവർക്ക് വേണ്ടിയേറ്റ സഹനവും അവർക്ക് ഈശോയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ. അങ്ങയുടെ മഹനീയമായ കരുണയെ പാടിപ്പുകഴ്ത്തുവാൻ അവരെയും അങ്ങേ സവിധത്തിലേക്ക് അടുപ്പിക്കണമേ. എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ
കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ദൈവമേ, നിൻ കരുണയെത്ര അവർണ്ണനീയം. പ്രശംസിക്കാൻ ശക്തരല്ല മക്കളീ ഞങ്ങൾ. 70 തവണയല്ല നീ ക്ഷമിക്കുന്നു. ഏഴകളാം ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു. പിതാവിന്റെ കരുണ മക്കളിൽ അപാരം തന്നെ. അതിനേക്കാൾ എത്ര വലുതാ നിന്റെ കാരുണ്യം. സമുദ്രത്തെ വെന്തിടുന്ന ആഴമുണ്ടല്ലോ, ഗഗനത്തെക്കാളേറെ ഉയരമുണ്ട്.
പ്രശംസിക്കാൻ ശക്തരല്ല മക്കളീ ഞങ്ങൾ. 70 തവണയല്ല നീ ക്ഷമിക്കുന്നു. ഏഴകളാം ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു. പിതാവേ നിൻ മക്കളല്ലോ ഞങ്ങളെല്ലാരും. ഭുവനവാസം ചെയ്തിടുന്ന പതികരെല്ലാരും. ഞങ്ങളങ്ങേ ഭവനമണയാം വരം തന്നിടൂ. സ്വർഗരാജ്യം ഞങ്ങൾക്കായി നീ തുറന്നിടൂ. ദൈവമേ നിൻ കരുണയെത്ര അവർണ്ണനീയം. പ്രശംസിക്കാൻ ശക്തരല്ല മക്കളീ ഞങ്ങൾ. 70 തവണയല്ല നീ ക്ഷമിക്കുന്നു. ഏഴകളാം ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു. സ്വർഗവാസികളോടൊപ്പം ഭക്തിപൂർവ്വം സാഘോഷം ദൈവത്തിന്റെ കരുണയെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പിതാവിന്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മനസ്സിലാക്കാനാവാത്ത മഹാരഹസ്യമായ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാനുഷികവുമായ ബുദ്ധിക്ക് അളക്കാനാവാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാവരിലേക്കും ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വർഗത്തേക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ പാപികൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോ മിശിഹായിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മരണസമയത്ത് ഞങ്ങളെ പ്രത്യേകമായി ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്നും അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലകളുടെ എല്ലാം മകുടമായ
ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളെല്ലാവരും എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏകപ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവർത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ. കരുണ കാണിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിത പങ്കാളിയും മക്കളും പൂർവികരും അധികാരികളും സഹപ്രവർത്തകരും വഴി വന്നുപോയ സകല പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, അനന്ത കാരുണ്യത്തിന്റെ ഉറവിടമേ, സഹാനുഭൂതിയുടെ അക്ഷയപാത്രമേ, കനിവോടെ ഞങ്ങളുടെ മേൽ നോക്കണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ നിരാശരും ദുഃഖിതരുമാകാതെ കാരുണ്യവും സ്നേഹവും തന്നെയായ അങ്ങയുടെ തിരുമനസ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ കരുണയുടെ വക്താക്കളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകരുണ ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും തുടച്ചു മാറ്റണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും മാതാപിതാക്കളുടെ മേലും പൂർവികരുടെ മേലും അങ്ങേ കരുണ ചൊരിയണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മൾ ഭക്തിപൂർവം ഇന്ന് പങ്കെടുത്ത ദൈവകരുണയുടെ അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. തുടർന്ന് വരും ദിവസങ്ങളിലും ദൈവകരുണയ്ക്കായി ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കർത്താവ് നമുക്ക് നൽകിയ ദൗത്യമായ ദൈവകരുണയുടെ ഈ സ്വർഗീയ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കുന്നതിൽ നമുക്കും പങ്കാളികളാകാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.